ഇത് കണ്ടോ, വണ്ടിയുടെ വിൻഷീൽഡ് ആണേ. കണ്ടോ, ഈ വീഴുന്നത് മുഴുവൻ ഐസും മഴയും കൂടെ. ഇന്നിപ്പോ ഞാൻ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഹലോ ഗായ്സ്, ഫിലിം മല്ലൂസിന്റെ അനദർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ ഞാൻ ഒരു 6:20 ഒക്കെ ആകുമ്പോൾ ഇവിടുന്ന് പോകുന്നത്. എനിക്ക് 6:50ക്കാണ് കയറേണ്ടത്. 6:45 ഒക്കെ ആകുമ്പോൾ ചെല്ലണം. ഇന്ന് പക്ഷേ ഒരു 20 മിനിറ്റ്സ് ഏർലി ഇറങ്ങുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ട് വെതർ മോശമാണ്. ഇത് സ്നോ ആയിട്ടല്ല, ഇത് കണ്ടില്ല, അങ്ങ് സ്ലീറ്റ് പോലെ കിടക്കുക, ഐസ് വീണിട്ട് ഇതിനി അങ്ങ് ഡൗൺ ആകുമ്പോഴത്തേക്ക് ഇത് മുഴുവൻ അങ്ങ് ഐസാവും. ഇപ്പം തന്നെ സ്ലിപ്പറിയാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, തന്നെ കിടക്കണ കണ്ടോ. ഇതിപ്പോ ജസ്റ്റ് എന്റെ വീടിന്റെ സ്റ്റെപ്പ് ഇങ്ങോട്ട് ഇറങ്ങി പോവാം. പെതുക്കിയാ പോകുന്നത്. കാര്യം മുഴുവൻ ഐസായിട്ട് കിടക്കുക. നോക്ക്, ഇതാണ് ഭയങ്കര ഡേഞ്ചറാണ് റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ. എനിക്കിനിയും പെതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ടോ, ഇത് മുഴുവൻ ഐസാണ്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായത് ഇങ്ങനെ കിടക്കുക. ഇതിനെയും വൈകിട്ടാകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ അങ്ങ് ഇതാവും. കണ്ടോ, വണ്ടി മുഴുവൻ കണ്ടോ, ഇതുണ്ടോ, ഗ്ലാസ് എല്ലാം ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാണ്. കുറച്ച് ഉരുവി പോകുന്നുണ്ട്. അപ്പം ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഇത് റോഡെല്ലാം ഇങ്ങനെ കിടക്കുക. അവർ നേരത്തെ ഉപ്പൊക്കെ ഇടുമെന്ന്, മെയിൻ റോഡിലെല്ലാം ഉപ്പിടും. പക്ഷേ എന്നാൽ ഇതുപോലുള്ള വീടിന്റെ ഫ്രണ്ടിലൊക്കെ പറയാൻ പറ്റത്തില്ല. എന്നാലും ഇട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഇത് കണ്ടോ, വണ്ടിയുടെ വിൻഷീൽഡാണേ. വിൻഷീൽഡിലെ ഐസ് കണ്ടോ. ഇനി ഇത് ഉരുകിപ്പോണം. ഞാൻ ഹീറ്റ് ഗ്ലാസ്സിലോട്ട് ഇട്ടിട്ട് ഉരുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉരുകി പോകുന്നുണ്ട്. പിന്നെ വൈപ്പറൂടെ ഒന്ന് അടിച്ചേക്കാം. വൈപ്പർ അടിക്കാം. കണ്ടോ കണ്ടോ, ഇതാണ് അവസ്ഥ. നമുക്ക് ഇച്ചിരി നേരത്തെ പോകണം. കാര്യം സാധാരണ ഡ്രൈവ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റത്തില്ല. വളരെ പെതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എന്താണ്ട് പെതുക്കെ ഇതിന്റെ ഗിയർ ഷിഫ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുവാണ്. 4HLാക്കി ഇത് നോക്കാം. ഇതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തതിലോട്ട് പോകും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, എന്റെ പ്രിയതമ്മ അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ടോ. ഞാനങ്ങനെ പെതുക്കെ വിടുകയാണ്. കണ്ടോ, ഇത് കണ്ടോ, റോഡെല്ലാം ഐസാണേ. അതായത് ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ പെതുക്കിയാ പോകുന്നത്. നിങ്ങൾ കണ്ടോ, ഒരു 10 അല്ലെങ്കിൽ 15 കൂടുതൽ പോകാൻ പറ്റത്തില്ല. ഇതെന്റെ ടണ്ട്രയാണ് വണ്ടി, ടൊയോട്ടയുടെ. അതിന്റെ ഹൈ ഓപ്ഷൻ എടുത്തേക്കുന്നത്. ഒരാഗ്രഹത്തിന്റെ പുറത്തെടുത്തതാണ്. ഇവിടെ കോസ്റ്റ്ലിയാണ്. വളരെ പെതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഞാനത് കാരണം പെതുക്കിയാ പോകുന്നത്. ഇനിയിപ്പം 95ലോട്ട് കയറുന്ന ഉടനെ നമ്മൾ തീരെ പെതുക്കിയായിരിക്കും. കാര്യം ഒത്തിരി വണ്ടി വരുന്ന സ്ഥലമാണ്. അങ്ങനെയാണ് ഇവിടെ ഒത്തിരി അപകടം ഉണ്ടാവും. ഈ പുറകെ വന്നിട്ട് ബ്രേക്ക് കിട്ടാതെ ഒന്ന് തെന്നി മറ്റുള്ള വണ്ടിയിലോട്ട് മണ്ണിടിക്കും. വളരെ അപകടമാണ്. ഇവിടെ ഇങ്ങനെയുള്ള വെതറിന്റെ അലേർട്ട് വരുന്ന പറഞ്ഞാൽ നേരത്തെ സിറ്റിയിൽ നിന്ന് വന്ന് സോൾട്ട് എല്ലാം ഇടും. ക്ലീനായി. നിങ്ങൾ കണ്ടോ, ഈ വീഴുന്നത് മുഴുവൻ ഐസാണ്. ഈ വണ്ടിയുടെ ബോണറ്റിലോട്ട് നിങ്ങൾ നോക്കി, ഇത് മുഴുവൻ ഐസായി കിടക്കുന്നത്. വീണുകൊണ്ടിരിക്കുന്ന ഐസ് ആ വീഴുന്നത്. പക്ഷെ ഈ റോഡിലൊക്കെ ഇവര് ഉപ്പിട്ടത് കൊണ്ടാണ് ഇതിങ്ങനെ അലിഞ്ഞു പോകുന്നത്. ഇപ്പൊ ഞാൻ വുഡ്വാവിനോട്ട് കയറി പറയത്തക്ക അത്ര പ്രശ്നമില്ല. കാര്യം ഉപ്പെല്ലാം ഇട്ട് അവര് റോഡെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. എന്നാലും ഇതിനി ഇവിടെ കിടന്ന് ഇതങ്ങ് വൈകിട്ട് ഇനിയും ടെമ്പറേച്ചർ ഡൗൺ ആകുമ്പോഴത്തേക്ക് ഇതങ്ങ് ഐസാകും. നമ്മൾ വളരെ അതിനായി ബ്ലാക്ക് ഐസ് എന്ന് പറയും. ഇപ്പോഴും കണ്ടോ, എന്റെ വൈപ്പറയിലൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ. നോക്കണം, വൈപ്പർ അടിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഇപ്പോഴും സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ ഐസ് ഇരിപ്പുണ്ടോ. ഇൻക്രിമെന്റ് വെതർ, റെഡ്യൂസ് സ്പീഡ്, സ്റ്റേ അലേർട്ട്. ഇവിടെ ഇങ്ങനെയുള്ള ബോർഡുകളെല്ലാം ഉണ്ട്. ഇവിടെ ഒത്തിരി അങ്ങ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇവർ അലേർട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന പറഞ്ഞാൽ. ഈ ലൈനിൽ നിന്ന് കഴിഞ്ഞാൽ ന്യൂയോർക്കിലോട്ട് പോകാം. ഞാനിപ്പോൾ ഇനി റൈറ്റ് എടുത്ത് സെൻട്രൽ ഫിലായിലോട്ട് കയറി ഞാൻ 95ലോട്ട് കയറുകയാണ്. ഇനിയിപ്പം കുറച്ചുകൂടെ പെതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. വണ്ടിയൊക്കെ ഒത്തിരി ഇങ്ങനെ പോകുന്നതുകൊണ്ട് പെതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ അത് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ വണ്ടി ഓടിക്കത്തുള്ളൂ. കണ്ടോ, ഇവിടുത്തെ 95 സൗത്ത് സെൻട്രൽ ഫില ബോർഡ് കണ്ടു. അപ്പം ഇങ്ങനെ പെതുക്കിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ബ്രേക്ക് ഒന്നും ചവിട്ടാൻ പറ്റത്തില്ല. മാക്സിമം നമ്മൾ പെതുക്കി അങ്ങ് പോകുന്നുള്ളൂ. ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ തെന്നും. ഇങ്ങനെയുള്ള വെതറിൽ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നമ്മുടെ കൺട്രോളിൽ നിൽക്കത്തില്ല, നമ്മൾ തെന്നിപ്പോകും. അത് വളരെ ഡേഞ്ചറാണ്. അതുകൊണ്ട് നമ്മൾ പെതുക്കെ നമ്മൾ അത്ര റഷ് ആകുന്നില്ല. അതിനാണല്ലോ നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയേക്കുന്നത്. ഇങ്ങനെയുള്ള അത് വളരെ കെയർഫുൾ ആകണം. ഇങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ ആൾക്കാർ വളരെ കെയർഫുൾ ആകണമെന്നാണ് പറയാനുള്ളത്. കണ്ടോ, ഇനിയും ഭയങ്കര ഇച്ചിരി ട്രാഫിക് ആയിരിക്കും. എനിക്ക് എന്റെ ജോലിയിലോട്ട് 10 മൈലേ ഉള്ളൂ വീട്ടിൽ നിന്ന്. സാധാരണ എനിക്കൊരു 15 മിനിറ്റ് കൊണ്ട് ഞാൻ ചെല്ലും. കുഴപ്പമില്ലാത്ത രീതിയിൽ പോയാൽ. പിന്നെ ട്രാഫിക് ആണെങ്കിൽ ചിലപ്പോൾ ഒരു 10-20 മിനിറ്റ് എടുക്കും.
അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ചെല്ലും. ഞാൻ അത്ര ഫാസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്യത്തില്ല, നോർമൽ രീതിയിലാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. പിന്നെ ഇങ്ങനെയുള്ള വെതറോടൊക്കെ വരുന്ന പറഞ്ഞാൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കും. അപ്പം റെഡ്യൂസ് സ്പീഡ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ബോർഡുകളുണ്ട് ഇവിടെ റോഡിന്റെ സൈഡിൽ തന്നെ. അത് ഓരോ ഇതനുസരിച്ച് അവരത് ചേഞ്ച് ചെയ്യും. അതെല്ലാം സിറ്റിയാണ് ഇത് ചെയ്യുന്നതെല്ലാം. അപ്പൊ അത് കാണിച്ചാൽ നമുക്ക് ഒത്തിരി അറിയിപ്പുകൾ അത് നല്ലതാണ് എപ്പോഴും. ഇത് കണ്ടോ, ഈ വീഴുന്നത് മുഴുവൻ ഐസും മഴയും കൂടാണേ. അതാ ഇങ്ങനെ വണ്ടിയുടെ ബോണറ്റിലെല്ലാം ഇരിക്കുന്നത് കണ്ടോ. അപ്പം നമ്മള് ഗ്ലാസ്സിലോട്ടൊക്കെ ആ ഹീറ്റ് ഇട്ടുകൊണ്ടാണ് ഗ്ലാസ് എന്നൊക്കെ മാറുന്നത്. എന്നാൽ ഇത് മുഴുവൻ ഇപ്പത്തെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം ഗ്ലാസ്സിലോട്ട് ഐസും മഴയും കൂടാ വീഴുന്നത്. നമ്മൾ ആ ഗിയർ ഷിഫ്റ്റ് മാറ്റിയിട്ടുകൊണ്ടാണ് നമുക്കൊന്നും അറിയാഞ്ഞത്. അല്ലെങ്കിൽ നമുക്കറിയാം, വണ്ടി ഓടിക്കുമ്പോൾ അറിയാൻ പറ്റും ഈ വെതറിൽ. ഇപ്പൊ ഞാൻ സ്റ്റേറ്റ് റോഡിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിനിയും ഒരു 2-3 മിനിറ്റ്സ് 4 മിനിറ്റ്സ് കൊണ്ട് ജോലി ചെയ്യും. ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ റോഡൊന്നും അത്ര മോശമല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ആയതുകൊണ്ടായി ഇനി രാവിലത്തെ കാര്യം അറിയത്തില്ല. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കേട്ടോ, സിറ്റിയുടെ വണ്ടി ഉപ്പിട്ട് പോകുന്നതായി കാണുന്നത്. ഇതാണ് ഉപ്പിട്ട് ഇങ്ങനെ പോകുന്ന സിറ്റിയുടെ വണ്ടിയാണ് കേട്ടോ. കേട്ടോ സൗണ്ട് കേട്ടോ, അത് ഉപ്പിട്ട് വണ്ടിയിലൊക്കെ അടിക്കുന്നതിന്റെയാണ്. അങ്ങനെ ഞാൻ എന്റെ ജോലിയുടെ പാർക്കിങ്ങിലോട്ട് വന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു റോഡൊന്നും, പറയത്തക്ക രീതിയിൽ അത്ര മോശമല്ല. അതെനിക്ക് തോന്നുന്നത് ഈ സിറ്റിയുടെ വണ്ടി കണ്ടിന്യൂസ് അവരിങ്ങനെ റോഡ് ഉപ്പിട്ടും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഡൗൺ ആയി കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇതങ്ങ് ഐസാകും. അങ്ങനെയാണ് നമ്മൾ വണ്ടിയൊക്കെ ബ്രേക്കൊക്കെ ചവിട്ടുമ്പോൾ തെന്നി പോവുകയൊക്കെ ചെയ്യും. നമ്മുടെ കൺട്രോൾ പോകും. നിങ്ങൾ ഒത്തിരി വീഡിയോസൊക്കെ കണ്ടു കാണുമല്ലോ ഇവിടുത്തെയൊക്കെ. പല സ്റ്റേറ്റിലെയും വണ്ടി പോയി ബാക്കിൽ പോയി ഇടിക്കുകയൊക്കെ ചെയ്യുന്ന നമുക്ക് ഉദ്ദേശിക്കുന്നിടത്ത് വണ്ടി കിട്ടത്തില്ല. എനിവേ ഞാൻ അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഇവിടെ പാർക്കിംഗ് ലോട്ടിൽ വന്നു. ഇനിയും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പോകണം. കാര്യം ഇച്ചിരി ഏർലിയാണ് വന്നത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇച്ചിരി ഏർലി ഇറങ്ങി. അപ്പം ഒരു 10 മിനിറ്റ് കൂടെ വണ്ടിയിൽ ഇരുന്നിട്ട് ഞാൻ ജോലിയിലോട്ട് കയറാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞാൻ നാളെ രാവിലെ ഇവിടുന്ന് ഇറങ്ങുന്നതിന്റെ വീഡിയോ കാണിക്കാം. നൈറ്റാണ്, ജെനി മോർണിംഗ് ആണ് ചെയ്യുന്ന. കാര്യം ബേബി സിറ്റിംഗിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ട്. ഇപ്പം പിള്ളേരെ തന്നെ വീട്ടിലിരുത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക. ഞാനും ജെനിയും കൂടെ ആഗ്രഹിക്കുന്നുണ്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി. ഞങ്ങൾക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നുണ്ട്. ഓക്കെ, ബൈ.